ചെല്ല് ചെല്ല്. താൻ എന്താണോ ഈ കാണിച്ചത്? ഞാൻ എന്തിനാണോ പിന്നെ ഇവിടെ ഉള്ളത്? ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അതിനുള്ള കാര്യപ്രാപ്തി ഇവിടെ വേണ്ടേ സാറേ? താൻ ആരാണോ സംസാരിക്കുന്നത് അറിയോ? സാറേ വേണ്ട. സാറേ, സാർ എന്തിനാ പിള്ളേരെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചത്? ടീച്ചർ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടണ്ടാന്നോ? അതെന്താ ഞാൻ ഇടപെട്ടാ? ആ കുട്ടികളെ ഞാനും പഠിപ്പിക്കുന്നതല്ലേ. പഠിപ്പീരിനെ കൊണ്ടൊക്കെ ഞാൻ കണ്ടത്. അവന്മാര് കാണിച്ച തണ്ടിത്തരം ടീച്ചറും കണ്ടതല്ലേ? അവരങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ ഇങ്ങനാണോ അടിക്കുന്നത്? അടി മാത്രമല്ല, എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറ്റുന്നുള്ളൂ. അതെങ്ങനെ? ഗ്രാൻഡ് വാങ്ങാനല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ. കഷ്ടം, നിങ്ങളൊരു അധ്യാപകനല്ലേ? വിജയ, ആ പാരന്റ്സ് രജിസ്റ്ററിംഗ് എടുത്തേക്ക്. സാറേ അത് മതി, നിർത്ത്. നാളെ ഞാൻ സ്കൂളിൽ പോകണുണ്ടല്ലോ. എന്താണെന്ന് അന്വേഷിക്കട്ടെ. അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല. സത്യം അറിഞ്ഞിട്ട് മതി ഇനി അടിയും വഴക്കമൊക്കെ. ഞാൻ എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ കുഴപ്പം. നിങ്ങൾ അച്ഛനും മോനെ എന്താണെന്ന് വെച്ചായിക്കോ, എന്നെ നോക്കണ്ട. പോയിരുന്നു പഠിക്കണം വല്ലതും. ആവശ്യമാണോ നിൽക്കണമേ. എടാ, ആ സ്റ്റോർ റൂമിൽ വെള്ളം ലീക്ക് ഉണ്ടെന്ന്. അതിൽ നിന്നാ മോഡല് ചീത്തയത്, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഇവിടെ എല്ലാരും അറിഞ്ഞു. ആഹാ, അപ്പൊ നേരം വേണം കാര്യം അന്വേഷിക്കാതെ ആടാ നിന്നെയൊക്കെ പട്ടിയെ പോലെ അടിച്ചത്? അയാളാണ് ചാ. എന്താണ് ഇവിടെ പ്രശ്നം? ബെല്ലടിക്കാറായി, ക്ലാസ്സിൽ പോ. വായിച്ചേക്ക്. മായ്ക്കല്ലേ മായ്ക്കല്ലേ മായ്ക്കല്ലേ. മാച്ച് പോയപ്പോ ആരൊക്കെ പോയി? കഴിഞ്ഞടാ. പൃഥ്വിരാജ്, സാർ. ബോർഡ് വായിക്കും. യെസ് സാർ. സാർ, നമ്മൾ എഴുതി കഴിഞ്ഞില്ല സാർ. നീയൊക്കെ എഴുതിയെടുത്തോളം മതി. പോയി വായിക്കേ. സാർ പ്ലീസ് സാർ. കൈ കയറി പിടിക്കുന്നോടാ. അതിങ്ങാടാ ഇങ്ങ് തോടാ തരാൻ. ഇവിടെ ഇങ്ങനെ നിന്നോണം. യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി.